ബസ്സിൽ കയറിയപ്പോ എന്റെ പുറകിൽ നിന്നും തോളിലൂടെ കൈയിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ആലയം പൊട്ടിച്ച് ഓടിക്കളഞ്ഞ സാറേ. തോളിലൂടെ കൈയിട്ട സമയത്ത് അവന്റെ കൈയും പിടിച്ചു വെച്ചിട്ട് നാട്ടുകാരെ കോവി വിളിക്കാൻ പാടില്ല. അതിന് ഞാൻ അറിഞ്ഞു സാറേ, തോളി കൈയിട്ടത് മാല പൊട്ടിക്കാനാണ്. അയ്യോ, പറഞ്ഞത് കേട്ടല്ലോ. ഇനി അടിച്ചാൽ ഇവൻ ചിലപ്പോ ചത്തുപോകും. ഇവൻ ചാകുന്നത് നേരിട്ട് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ദൃസാക്ഷിയാകും. പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇനി ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. നിസാര 5 പോയിന്റ് പിറകെ നടക്കുന്നു, ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങണോ? സാറിന്റെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ കേസ് വിഡ്രോ ചെയ്തേക്കൂ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഫൈനുണ്ട്. പരാതിക്കാരിയാണെങ്കിൽ പരസ്യപരക്കാരിയാണെങ്കിൽ 100 രൂപ ഫൈനുണ്ട്. അതും വിവരക്കേട് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നതാ. ശരിക്കും പുള്ളി ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നില്ലേ? അതിന്റെ നോക്കൂല്ലേ, ബാറ്റ എന്ന് ഇംഗ്ലീഷ് പറയും. ആ പൈസ ഞാൻ 100 മതി തന്നേക്കും. അപ്പൊ ഇനി കേസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെ കുട്ടിപ്പൊക്കോളൂ. നിസാര 5 പോകാനല്ലേ, അത് നാളെ ആയാലും ഉണ്ടാകും.